ചില ആളുകൾ ഇൻപുട്ട് GST കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബോഗസ് ബില്ലുകൾ അക്കൗണ്ട് ചെയ്യും. ഓക്കെ ഔട്ട്പുട്ട് GSTയിൽ നിന്ന് ഇൻപുട്ട് GST അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ GST പേയബിൾ കുറഞ്ഞു തരും. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒന്നെങ്കിൽ ടേൺ ഓവർ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ എക്സ്പെൻസസ് കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ വാങ്ങാത്ത സാധനങ്ങളുടെ ബില്ല് അക്കൗണ്ട് ചെയ്യുമ്പോൾ, ഈ രീതിയിലൊക്കെയാണ് GST വെട്ടിപ്പ് അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ അടയ്ക്കാതിരിക്കുന്നതിനുള്ള ട്രെൻഡ് സാധാരണ വളരെ കുറഞ്ഞ ഒരു പെർസെൻറ്റേജ് ആൾക്കാർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഒരു ഇൻകം ടാക്സ് റെയ്ഡ് വന്നു, അല്ലെങ്കിൽ ഒരു GST റെയ്ഡ് വന്നു, കൃത്യമായും വെട്ടിച്ച എമൗണ്ട് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഏതെങ്കിലും കേസിൽ പർച്ചേസ് ബില്ല് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കാൻ പറ്റും. ആ GST ഓഡിറ്റിൽ അവർ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചാൽ ടാക്സ് എമൗണ്ട് അടയ്ക്കണം, ഇൻട്രസ്റ്റ് എമൗണ്ട് അടയ്ക്കണം, പെനാൽറ്റി അടയ്ക്കണം. ഇത് മൂന്നും കൂടെ വരുമ്പോഴേക്കും ബിസിനസ്സിൻ്റെ കാഷ് ഫ്ലോ ഒരു ലോങ് പീരീഡിലേക്ക് ഇല്ലാതെ ആയിപ്പോകും. സാർ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ബിസിനസ്സുകാർ എങ്ങനെയാണ് പരാജയപ്പെടുന്നത് എന്നൊരു വിഷയമായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എൻഡ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമല്ലെങ്കിൽ എന്നുള്ളൊരു കാര്യം സാറ് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ പലപ്പോഴും GST അല്ലെങ്കിൽ ഇൻകം ടാക്സ് വെട്ടിക്കുക എന്നുള്ള കുറേ കാര്യങ്ങൾ പല ബിസിനസ്സുകാരും ചെയ്യുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ അക്കൗണ്ട്സ് ഒരു കൃത്യമായ രീതിയിൽ പോകാത്തത് എത്രമാത്രം ഒരു സ്ഥാപനത്തെ ബാധിക്കുന്നുണ്ട്? അക്കൗണ്ട്സ് കൃത്യം ആവാതിരിക്കുന്നത് 2-3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായത്. അതായത് ഒന്ന്, സെയിൽസ് കറക്റ്റായിട്ട് എഴുതാതിരിക്കുക. സെയിൽസ് കറക്റ്റായിട്ട് എഴുതാതിരിക്കുകയാണെങ്കിൽ, അതായത് നമ്മളത് പറയുന്നത് സപ്രഷൻ ഓഫ് ടേൺ ഓവർ എന്നാണ്. 1000 രൂപയ്ക്ക് വിറ്റു, പക്ഷേ 700 രൂപയെ അക്കൗണ്ടിൽ കാണിച്ചുള്ളൂ. അപ്പോൾ 300 രൂപ അവിടെ സപ്രസ് ചെയ്തു. അപ്പോൾ സപ്രഷൻ ഓഫ് ടേൺ ഓവർ വന്നാൽ അത് GST പേയബിൾ അല്ലെങ്കിൽ GSTയുടെ ഔട്ട്പുട്ട് GST എപ്പോഴും കുറഞ്ഞു നിൽക്കും. ചില ആളുകൾ ഇൻപുട്ട് GST കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബോഗസ് ബില്ലുകൾ അക്കൗണ്ട് ചെയ്യും. ഓക്കെ ഔട്ട്പുട്ട് GSTയിൽ നിന്ന് ഇൻപുട്ട് GST അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ GST പേയബിൾ കുറഞ്ഞു നിൽക്കും. ദെൻ എക്സ്പെൻസസ് ഇൻഫ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടി എഴുതുന്ന സമയത്തും നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ അക്കൗണ്ട്സിൽ ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒന്നെങ്കിൽ ടേൺ ഓവർ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ എക്സ്പെൻസസ് കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ വാങ്ങാത്ത സാധനങ്ങളുടെ ബില്ല് അക്കൗണ്ട് ചെയ്യുമ്പോൾ, ഈ രീതിയിലൊക്കെയാണ് GST വെട്ടിപ്പ് അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ അടയ്ക്കാതിരിക്കുന്നതിനുള്ള ട്രെൻഡ് സാധാരണ വളരെ കുറഞ്ഞ ഒരു പെർസെൻറ്റേജ് ആൾക്കാർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ്. അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ ബിസിനസ്സിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ്. നല്ല വിദ്യാഭ്യാസവും എക്സ്പീരിയൻസും ഉള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവർ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രാൻസാക്ഷൻ എടുത്താൽ അതിന് 2 എഫക്റ്റ് ഉണ്ട്. ഒന്നെങ്കിൽ അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ തന്നെ വരും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും കൂടെ കയറി വരും. ഇതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ശരിക്കും പരിചയമുള്ള ഒരു ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു ബിസിനസ് അനാലിസ്റ്റ് ഈ ട്രാൻസാക്ഷൻ്റെ ഒരു എഫക്റ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ 2 എഫക്റ്റും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ, ഒരു എഫക്റ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ, മറ്റേ എഫക്റ്റ് ബാലൻസ് ഷീറ്റിൽ, ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്താൽ അത് ഒന്ന് ഹൊറിസോണ്ടൽ അനാലിസിസ് ആവാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ അനാലിസിസ് ആവാം, അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് കൊണ്ടുവന്നാൽ കൃത്യമായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഓഫീസേഴ്സൊക്കെ ഓഡിറ്റിന് വന്ന്, അല്ലെങ്കിൽ സർവേ നടത്തിയിട്ട്, അല്ലെങ്കിൽ റെയ്ഡ് നടത്തിയിട്ട് അവരത് കൃത്യം 1-to-1 കോറിലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള വെട്ടിപ്പുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തട്ടിപ്പുകളൊക്കെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? അവരുടെ ഒരു മൈൻഡ് സെറ്റ് നോക്കുകയാണെങ്കിൽ കാഷ് ഫ്ലോ പ്രോബ്ലം വരുമ്പോഴാണ് കൂടുതൽ ആളുകളും, അതായത് ഡെറ്റേഴ്സ് തരാമെന്ന് പറഞ്ഞു പക്ഷെ തന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 85-90%
കാഷ് ഫ്ലോ മുട്ടാതെ വരുമ്പോൾ അവർ ഞാൻ പറഞ്ഞത് ഈ ടേൺ ഓവർ സെപ്പറേഷനും അതുപോലെ തന്നെ ബോഗസ് IPT ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോഗസ് ബില്ല് അക്കൗണ്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഓഫ് എക്സ്പെൻസസും വരിക. ഒരു 90% കേസും അങ്ങനെയാണ്. അതായത് അവർ അതിൻ്റെ ലോങ് പീരീഡിലേക്ക് അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എന്തായാലും ഞാൻ പറഞ്ഞത് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ എടുത്തത്, അവരുടെ അക്കൗണ്ട് ഞാൻ പരിശോധിക്കുന്ന സമയത്ത് എല്ലാ മാസവും അവരുടെ ശമ്പളത്തിൻ്റെ എക്സ്പെൻസസ് 1.25 ലക്ഷം ഇൻറ്റു 1.25 ലക്ഷമാണ് പോയിക്കൊണ്ടിരുന്നത്. മാർച്ചിൽ വന്നപ്പോൾ അത് 3.25 ലക്ഷം രൂപയായി. ആ ഒരു രീതിയിലുള്ള ഒരു അനാലിസിസ് വന്നപ്പോൾ, ആ പീരീഡ് അനാലിസിസ് വന്നപ്പോൾ, അതേപോലെ തന്നെ വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞ റോ മെറ്റീരിയലിൻ്റെ കൺസംഷനും ഔട്ട്പുട്ടിൻ്റെ കൺസംഷനും കൂടി എടുക്കുക. അതായത് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു ഏപ്രിലിൽ, അന്ന് 1100 ഇൻപുട്ടാണ് യൂസ് ചെയ്തത്. മെയിലും 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അന്നേരവും 1100 ഇൻപുട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പം മാർച്ചിൽ വന്നപ്പോൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, 1600 ഇൻപുട്ട് യൂസ് ചെയ്തു. ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞത് വെർട്ടിക്കൽ അനാലിസിസ് ചെയ്യുന്ന സമയത്തും നമുക്ക് കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ റേഷ്യോ അനാലിസിസ് ചെയ്യുന്ന സമയത്തും നമുക്ക് കണ്ടുപിടിക്കാം. ഒരു സൈസിൽ കൂടുതലുള്ള ഒരു ഓർഗനൈസേഷൻ ഈ രീതിയിലേക്ക് മൂവ് ചെയ്താൽ ബിസിനസ് പരാജയത്തിലേക്ക് തന്നെ പോകും. കാരണം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് വന്നു, അല്ലെങ്കിൽ ഒരു GST റെയ്ഡ് വന്നു, കൃത്യമായും വെട്ടിച്ച എമൗണ്ട് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. നല്ല ബുക്ക് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റം വിത്ത് സപ്പോർട്ടിംഗ് എവിഡൻസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഞാൻ പറഞ്ഞ ക്രോസ് വെരിഫൈ ചെയ്തേച്ച് എത്ര എമൗണ്ടാണ് ആക്ച്വൽ ടേൺ ഓവർ എന്ന് കണ്ടുപിടിച്ചിട്ട് GST അതിനനുസരിച്ചിട്ട് അവർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ ഇങ്ങോട്ട് വരാതെ ഏതെങ്കിലും കേസിൽ പർച്ചേസ് ബില്ല് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതും കണ്ടുപിടിക്കാൻ പറ്റും ഇൻപുട്ട് ഔട്ട്, അതായത് വെർട്ടിക്കൽ അനാലിസിസിലൂടെ. അപ്പോൾ ആ GST ഓഡിറ്റിൽ അവർ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചാൽ ടാക്സ് എമൗണ്ട് അടയ്ക്കണം, ഇൻട്രസ്റ്റ് എമൗണ്ട് അടയ്ക്കണം, പെനാൽറ്റി അടയ്ക്കണം. ഇത് മൂന്നും കൂടെ വരുമ്പോഴേക്കും ബിസിനസ്സിൻ്റെ കാഷ് ഫ്ലോ ഒരു ലോങ് പീരീഡിലേക്ക് ഇല്ലാതെയായി പോകും. ഇനി ഇൻകം ടാക്സിൻ്റെ കേസിലേക്ക് വരുവാണ് എങ്കിലും അതേപോലെ തന്നെ ഇൻഫ്ലേറ്റ് ചെയ്തിട്ടാണ് അക്കൗണ്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ പരാജയം ഉറപ്പ് തന്നെയാണ്. 1 വർഷം 2 വർഷം കഴിയുമ്പോഴേക്കും ഇൻകം ടാക്സിന് തന്നെ അവരുടെ ഗ്രാഫിൽ കൃത്യമായിട്ടും ഇതിൻ്റെ ആ മേലേക്കും താഴോട്ടും പോകുന്നത് അവരുടെ കമ്പ്യൂട്ടറിൽ തന്നെ അവൈലബിൾ ആയി കിട്ടും. അതിനെ ബേസ് ചെയ്തിട്ട് അവർ ഷോപ്പിൽ കയറും, ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ യൂണിറ്റിൽ വരും, ഇൻസ്പെക്ഷനും കാര്യങ്ങളും നടത്തും. അവിടെയും ടാക്സ് എമൗണ്ട് ഉണ്ടാവും, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, വലിയൊരു പെനാൽറ്റിയും അവിടെ അടയ്ക്കേണ്ടി വരും. എത്ര എമൗണ്ടാണോ ടാക്സ് വെട്ടിച്ചത്, അല്ലെങ്കിൽ ടേൺ ഓവർ എത്രയാണോ എക്സ്ക്ലൂഡ് ചെയ്തത്, അല്ലെങ്കിൽ എന്തുമാത്രം ഇൻഫ്ലേറ്റഡ് എക്സ്പെൻസസ് ആണോ വന്നത്, അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ഇൻകത്തിൻ്റെ ഇൻകം ടാക്സ് അടച്ചാൽ മതിയായിരുന്നു. ഇൻഫ്ലേറ്റ് ചെയ്തത് കൊണ്ട് എത്രയാണോ ഇൻഫ്ലേറ്റഡ് എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് അത് മുഴുവനും പോവും. അതിലും കൂടുതൽ പോവും. അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത്, ആ ഓർഗനൈസേഷനിൽ ഈ രീതിയിലുള്ള മാൽ പ്രാക്ടീസ് നടത്തുന്ന ആ എൻ്റർപ്രനർക്ക് എപ്പോഴും ഒരു ഗിൽറ്റി കോൺഷ്യസ് മൈൻഡിലുണ്ടാവും. ആ ഗിൽറ്റി കോൺഷ്യസ് മൈൻഡിലുള്ളത് കൊണ്ട് അയാളുടെ യെസ്മെൻ ഓഫ് സയൻസ് മാത്രമായിരിക്കും അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിനു വേണ്ടി പോകുന്നത്. അയാൾ കേപ്പബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ നല്ല ഒരു ടീമിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. പ്രാപ്തിയുള്ളവർ ആ ഓർഗനൈസേഷനിൽ ടീമിലില്ലെങ്കിൽ അതിൻ്റെ ലോങ് റൺ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, താഴോട്ടല്ലേ പോവുള്ളൂ. അക്കൗണ്ട്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇവരുടെ കയ്യിൽ, അതായത് ടേൺ ഓവർ സപ്രസ് ചെയ്യുന്നു, റോങ് IPT ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ല് അക്കൗണ്ട് ചെയ്യുന്നു, എക്സ്പെൻസസ് കൂട്ടി എഴുതുന്നു. ഇവിടെയൊക്കെ ബ്ലാക്ക് മണിയാണ് വരുന്നത്. ഈ ബ്ലാക്ക് മണി കയ്യിൽ വരുന്നതോട് കൂടിയിട്ട് അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയല്ല. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 15% ഉണ്ടെങ്കിൽ ഈ ബ്ലാക്ക് മണിക്ക് ചിലപ്പോൾ 5% ആയിരിക്കും കിട്ടുക. കൂടാതെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും.
അപ്പോൾ ഈ ഓണറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള ഉറങ്ങാൻ പറ്റാത്ത ഒരു സങ്കടാവസ്ഥയിലായിരിക്കും അയാൾ എപ്പോഴും നിൽക്കുക. നല്ല ടീം അയാളുടെ കൂടെ ഇല്ലാത്തത്. ഇതേപോലെ തന്നെ അക്കൗണ്ട്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാനിപ്പുലേറ്റ് ചെയ്ത അക്കൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് അടുത്ത കൊല്ലത്തെ ഒരു ബജറ്റ് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ആ ബജറ്റ് വർക്ക് ചെയ്യല. അതൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യല. റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആക്ച്വൽ ബേസ് ആയിരിക്കണം. ഇപ്പം ഞങ്ങളുടെ ഓഫീസിലൊക്കെ ചെയ്യുന്നതനുസരിച്ചിട്ട് കഴിഞ്ഞ കൊല്ലത്തെ ആ ഓരോരോ മാസത്തെ ഒറിജിനൽ ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ അടുത്ത കൊല്ലത്തെ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വർഷം എത്രയാണോ ആഡ് ചെയ്യേണ്ട വോളിയം, ഈ വർഷത്തെ പ്രൈസ് അങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ട് മന്ത്ലി ബജറ്റ് അല്ലെങ്കിൽ 52 വീക്ക്ലി മന്ത്സ് ബജറ്റ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേരിയൻസ് അനാലിസിസ് ചെയ്തിട്ടാണ് ഒരു ഓർഗനൈസേഷനെ ഒരു ഓപ്പറേറ്റിംഗ് മാർജിൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ആ ചിന്ത ഞങ്ങൾക്ക് തരുന്ന ഇൻപുട്ട് തെറ്റാണെങ്കിൽ ഒരിക്കലും റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ബിസിനസ്സിൽ വരുന്ന ലോൺ ഉണ്ടായെങ്കിൽ, അതേപോലെ തന്നെ സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ റിക്കവറി, ഇതെല്ലാം പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അക്കൗണ്ട്സ് കറക്റ്റ് അല്ല എങ്കിൽ ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ അക്കൗണ്ട്സ് പ്രോപ്പർ അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റാണ് മൂവ് ചെയ്യുന്നത്, ഏത് പ്രൊഡക്റ്റാണ് മൂവ് ചെയ്യാതിരിക്കുന്നത്, ബിസിനസ്സിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണ്, ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുമോ, ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കറക്റ്റായിട്ട്, അതായത് മുന്നോട്ടുള്ളൊരു കാഴ്ച അവർക്ക് മങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പം മുന്നോട്ടുള്ള കാഴ്ച മങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഒരു 100 മീറ്റർ മുന്നേ കാണുമ്പോഴല്ലേ നമുക്ക് കുറച്ചൊരു സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. 200 മീറ്റർ മുന്നേ കാണാൻ പറ്റുമ്പോഴല്ലേ അതിൽ ഇച്ചിരി കൂടെ സ്പീഡിൽ പോകുന്നുള്ളൂ. അതെല്ലാം നമുക്ക് ഞാൻ പറഞ്ഞത് ഒരു 500 മീറ്റർ നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റിയില്ലേ. അപ്പോൾ സ്പീഡ് കൂട്ടി നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ പറഞ്ഞത് ബിസിനസ്സിൽ നല്ല ട്രാൻസ്പെറൻസിയും അതുപോലെ തന്നെ അക്കൗണ്ടിങ് സിസ്റ്റം പെർഫെക്റ്റും ആയിരിക്കണം. അക്കൗണ്ടിങ് സിസ്റ്റം പെർഫെക്റ്റ് അല്ല എങ്കിൽ ആ ബിസിനസ് ഉറപ്പായിട്ടും ഡൗൺ ആവുന്നതാണ്, ഇല്ലാതെയാവുന്നതാണ്.